അവിടെ നിന്ന് പോന്ന് വെച്ചാൽ വാസ്കോയിലേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഇറക്കി എടുക്കാത്തിട്ടാ. പക്ഷെ ഇവിടെ ഉള്ളതുകൊണ്ടേ റോഡ് നിറച്ച് പട്ടികളെ പിന്നാലും തന്നെ വരെ കടിക്കേണ്ട അവസ്ഥയാണ്. 1-2 പേരെ നമുക്ക് ഓടിപ്പിക്കാം. ഇത് 20, 30, 40, 50 കൂട്ടം കൂടിയിട്ട് ഒന്ന് ആക്രമിക്കണേ എന്ന് വെച്ചാൽ ഇവിടെ അടുത്തേക്ക് വരണ്ടാണ്. പക്ഷെ അത് എന്നെ കൂടി ഇത്രയും പ്രശ്നമാണ്. സൈക്കിൾ ഓടാൻ പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നമായിട്ട് ഞാൻ ഓടി പോരായിരുന്നു. കുറച്ച് ദിവസമായിട്ട് പട്ടികളെ ശല്യം കൂടുതലാണ്. ഇപ്പം ഇവിടെ നിർത്തി വഴിക്കും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു കടയുടെ മുമ്പിൽ തള്ളടി നിർത്തിയാൽ ആ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കണ്ടില്ലേ ഇവിടെ കുറച്ചിട്ട് വിളിച്ച് വരുത്തിയാ. ഇവരുടെ സ്വഭാവമാണ് ഇവിടെ വിളിച്ച് വരുത്തണ്ടാ അല്ലേ. ആ ദേഷ്യം വന്നിട്ട് നോക്കിയാൽ അവിടെ നിന്ന് 2 പേര് വിളിച്ചോണ്ട് കാണിച്ചാൽ ഇവിടെ ഇരുന്നിട്ട് വിളിച്ചിട്ട് ഇപ്പം പിണങ്ങി ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ. അപ്പം അങ്ങോട്ട് തിരിഞ്ഞിരിക്കട്ടാ. എന്നിട്ട് അവിടെ നിന്ന് 2 പേരെ വിളിച്ച് വരുത്തി വിട്ടേക്കാണ്. എന്താ ചെയ്യുക, അതാണ് അവസ്ഥ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് ഉള്ള ടൈം കിട്ടണില്ല. അപ്പോഴേക്കും ഇവിടെ ആരെങ്കിലും വിളിച്ച് വരുത്തും. അതായത് ഈ തണലുള്ള എവിടെയെങ്കിലും ചെറിയ തണൽ കിട്ടുമ്പോൾ നമ്മൾ കയറിക്കാം. രക്ഷയില്ല. ഇനി ഇവിടെ നമ്മൾ പോകും തോറും നായകളുടെ ശല്യം കൂടും എന്നൊരു പ്രതീക്ഷയാണ്. അപ്പോൾ എവിടേക്കൊക്കെ പോവാം, ബീച്ചിൻ്റെ പരിസരത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി അതിന് സ്ഥലങ്ങളൊന്നും കാണാണ്ട് അങ്ങോട്ട് പോവാം. ഞാൻ അകലെന്ന് വരുമ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലേക്കൊന്ന് പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ കഴികളെ ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ പള്ളിയുണ്ടെന്ന് പറഞ്ഞില്ലേ. സെൻറ്റ് ജാക്കിനൻഡോ ചർച്ചാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. സെൻറ്റ് ജാക്കിനൻഡോ ഐലൻഡും കൂടി കേട്ടോ. ഇതൊരു ഐലൻഡാണ്. ഞാൻ കാണിച്ചു തരാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. വാവ് പൊളി. ഇവിടെ തന്നെ പട്ടികളെ ശരിയൊന്നുമില്ല. പറയാൻ പറ്റില്ല അതിൽ കൂടിയൊക്കെ വരാം എന്നുള്ളത് കേട്ടോ. കാരണം ബെല്ലമുള്ളുകൊണ്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ വിളിച്ച് വരുത്തും. ഞങ്ങൾക്ക് ഇവിടുത്തെ പള്ളിയും ചെറിയ ഗ്രോട്ടയൊക്കെ ഉണ്ട്. അതും കാണിച്ചു തരാം കേട്ടോ. നമ്മളെ സൈക്കിളോട് വെച്ചു നല്ല കാറ്റുണ്ട് കേട്ടോ. കണ്ടില്ലേ നമ്മുടെ പതാക എല്ലാം പാറിപ്പറന്ന് ബെല്ലമൂട് ഇങ്ങനെ നിൽക്കണു. ഇവിടെ പള്ളിയുടെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നല്ല വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ. ഇത് ഇപ്പോൾ പണിത് ഇവിടെ സെറ്റായിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ സിമെൻറ്റും പണിക്കാരൊക്കെ ഉണ്ട് ഉള്ളിൽ. പള്ളി ഇങ്ങനെ പഴയത് പുതുക്കി പണി അങ്ങനെ എന്തൊക്കെയാണ്. എന്തായാലും നല്ല അടിപൊളി ഒരു പള്ളി. അതിൻ്റെ അപ്പുറത്തെ പഴയ തറവാട് പോലത്തെ വീടൊക്കെ ഉണ്ട്. അങ്ങോട്ട് നമുക്ക് പോകണ്ട. വെറുതെ എന്തിനാ വെറുതെ എന്നൊക്കെ. അടിപൊളി പള്ളി എവിടെ ഇരിക്കണതും കാണണം. അതാണ് ഏറ്റവും വലിയ രസം. അതേപോലെ തന്നെ ഇവിടെ ഒരു മാതാവിൻ്റെ നല്ല അടിപൊളിയായിട്ട് ഭംഗിയിൽ പണിതിട്ടുണ്ട്. ഇത് 2012 പണിതിട്ടില്ല കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഫുൾ കടലാണ്. ബോട്ടുകളൊക്കെ അവിടെ കുറേ എടുക്കുന്നുണ്ട്. ഇവിടെ കുറേ മറ്റേ ലഗേജ് കപ്പൽ പോലത്തെ ബോട്ടിൽ കുറേ എടുക്കുന്നുണ്ട്. അവിടെ പള്ളി നിൽക്കണ ലുക്ക് നോക്കിയാൽ വാ അടിപൊളി. ചുറ്റും കടല. ഇതൊരു ഐലൻഡാണ്. ഈ ഇതിൻ്റെ ചുറ്റും കടൽ. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അതിൻ്റെ ഉള്ളിലേക്കില്ലേ പഴയ കാലത്തെ മണിബെല്ല് അതുണ്ട് കേട്ടോ. പണ്ടത്തെ കണ്ടറിയാം. സെറ്റാണ് ഇവിടെ. എന്തായാലും നമ്മളിവിടെ അങ്ങോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ്. നമുക്കിനി ആ വഴിക്ക് അങ്ങോട്ട് പോയി അതിലങ്ങോട്ട് പോകണം. അപ്പം